नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखान् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. 5-ാമത്തെ അധ്യായം നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ 37-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ കൂടി വായിക്കാം. ഈ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് നാരദ മഹർഷി പൂർവജന്മത്തിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാനിടയായ സംഭവം, ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഭക്തന്മാരിൽ നിന്നും ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും കേട്ടപ്പോൾ നാരദ മുനിക്കുണ്ടായ അനുഭവങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങളാണ് നാരദ മഹർഷിക്ക് ഉണ്ടായത്, ഈ കാര്യമൊക്കെ നാരദ മഹർഷി വ്യാസദേവന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ആദ്യമായി തൻ്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി അങ്കുരിക്കാൻ തുടങ്ങി. അതിനുശേഷം തൻ്റെ മനസ്സിലുള്ള രജോ തമോ ഗുണങ്ങളുടെ പ്രഭാവം ഇല്ലാതായി. തനിക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യമുണ്ടായി, കൃഷ്ണകഥാ രുചിയുണ്ടായി. ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം തനിക്കുണ്ടായി. അവസാനം ഭഗവാനെ ദർശിക്കാനുള്ള അവസരവും തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യമെല്ലാം നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരുത്തുന്ന, എല്ലാവരുടെയും ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഭഗവത് മഹാത്മ്യങ്ങൾ, ഭഗവാന്റെ ലീലകൾ വിശദമായി വർണ്ണിക്കണം. അത് ഈ ഭൗതിക ലോകത്തിലുള്ള ഭവസാഗരത്തിലുള്ളവർക്ക് മോചനം നൽകുന്നതാണ്. അതാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് നാരദ മഹർഷി വ്യാസദേവന് ഉപദേശം കൊടുത്തു. ഭഗവാന്റെ ലീലകൾ വിശദമായിട്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നാരദ മഹർഷി വ്യാസദേവർക്ക് നൽകി. അപ്പോൾ അത് ഏതുപോലെയാണ്? അസുഖത്തിന് കാരണമായിട്ടുള്ള വസ്തു കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ചികിത്സ നടത്താറുണ്ട്. അതിനൊരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീല പ്രഭുപാദരം. അതിനൊരു ഉദാഹരണം നൽകിയത്, പാലുൽപ്പന്നങ്ങൾ അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദഹനക്കേടുണ്ടാകാം, അല്ലെങ്കിൽ വയറിൽ വേദനയുണ്ടാകാം. അപ്പൊ അതിന് പാലിന്റെ ഉൽപ്പന്നമായിട്ടുള്ള തൈര് തന്നെ ഉപയോഗിക്കാം. തൈരിൽ ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ച് പാലുൽപ്പന്നം കൊണ്ടുണ്ടായ വയറുവേദനയ്ക്ക് ചികിത്സിക്കാം. അതേപോലെ ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ അസുഖം എന്താണ്? ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഭൗതിക വസ്തുക്കളോടുള്ള ആകർഷണം, ഭൗതികരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ള നമ്മുടെ സംസാരം, ഇതൊക്കെ നമ്മളെ കൂടുതൽ ഭൗതികമായിട്ട് കെട്ടുപാടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്രവണത, ഭൗതിക വസ്തുക്കളോടുള്ള ആകർഷണം ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാൽ അത് മോക്ഷത്തിന്
കാരണമാകും. ഭൗതികരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ള സംസാരം നമുക്ക് സംസാരിക്കാനുള്ള താല്പര്യമുണ്ട്. ആ സംസാരിക്കുന്നത് ഭൗതിക വ്യക്തികളെ കുറിച്ചാണെങ്കിൽ നമ്മൾ ബന്ധനസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്, ഭൗതികമായിട്ട് കുടുങ്ങിപ്പോകും. പക്ഷെ അതേ സംസാരിക്കാനുള്ള ത്വര ഭഗവാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് നമ്മളെ മുക്തിക്ക് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കഴിവുകളോ നമ്മുടെ സ്വഭാവമോ നമ്മുടെ പ്രകൃതിയോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതെല്ലാം ഭഗവാന്റെ സേവനത്തിനായി തിരിച്ചുവിട്ടാൽ മാത്രം മതി. അത് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകും എന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ വിശദമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നാരദ മഹർഷി നിർദ്ദേശിച്ചു. ഇതിനുശേഷം 37-ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി ഭഗവാന്റെ വിസ്തരണങ്ങളായിട്ടുള്ള ഭഗവാൻ വാസുദേവനെയും ഭഗവാൻ പ്രദ്യുമ്നെയും ഭഗവാൻ അനിരുദ്ധനെയും ഭഗവാൻ സംഘർഷണ ഭഗവാനെയും സ്തുതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാൻ വാസുദേവനും പ്രദ്യുമ്നും അനിരുദ്ധനും സംഘർഷണനും ഭഗവാന്റെ ഭക്തി നമ്മളിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. അതുകൊണ്ടാണ് നാരദ മഹർഷി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നത്. 37-ാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഭഗവാന്റെ പൂർണ്ണാംശ വിസ്തരണങ്ങളായ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിവരടക്കം വാസുദേവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് ഏവർക്കും ജപിക്കാം. അപ്പൊ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിയാണ് വേദങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന് അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് വേദങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യും? ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും. ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ 38-ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്. ഇതി മൂർത്യഭിധാനേന മന്ത്രമൂർത്തിമമൂർത്തികം യജതേ യജ്ഞപുരുഷം സാ സമ്യക് ദർശന പുമാൻ. ഒരു യഥാർത്ഥ ദർശനം ലഭിച്ച വ്യക്തി, വേദത്തിന്റെ സത്യം മനസ്സിലാക്കിയ വ്യക്തി ഭഗവാന്റെ നാമജപം കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കീർത്തിച്ചുകൊണ്ട് ആരാധിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വേദം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഇതേ കാര്യം നമ്മൾക്ക് ഭഗവത്ഗീതയിലും കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി സർവവിത്താണെന്ന് പറയുന്നത്. സർവവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, വേദങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. ഒരു വ്യക്തി ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് വേദങ്ങളൊക്കെ അറിയാമെന്നാണ്. കാരണം എന്താണ്? വേദങ്ങളിലൂടെ മുഴുവൻ മനസ്സിലാക്കേണ്ടത് ഭഗവാനെയാണ് അല്ലെ? വേദൈശ്ച സർവേ അഹമേവ വേദ്യം. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേദമൊക്കെ മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. കാരണം വേദത്തിന്റെ ഉദ്ദേശം അതാണ്, ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ് വേദങ്ങളുടെ മുഴുവൻ ഉദ്ദേശം. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. വേദങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷിയുടെ അനുഭവം തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. 39-ാമത്തെ ശ്ലോകത്തിൽ ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേദ്യ മദനുഷ്ഠിതം അതാത്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കേട്ടതിന് ശേഷം, ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം നാരദ മഹർഷിക്ക്
എല്ലാ വേദജ്ഞാനവും ഉണ്ടായി എന്ന് പറയും. വേദങ്ങളിലെ എല്ലാ ജ്ഞാനവും വെളിപ്പെട്ടു വന്നു എന്ന് പറയും. വേദങ്ങളൊന്നും പഠിക്കാതെ തന്നെ. അതെങ്ങനെയാണ്? അതിന്റെ ഉത്തരം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഭഗവാനെ ഭജിക്കുന്നവർക്ക് എല്ലാവിധ ജ്ഞാനവും ബുദ്ധിയും ഭഗവാൻ തന്നെ നൽകും, ഹൃദയസ്ഥനായിട്ട് എന്ന് പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആ ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ അവരുടെ ഹൃദയത്തിലിരുന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനമൊക്കെ പ്രകാശിപ്പിക്കും. ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ പറയുന്നു. വേറൊരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട്, തേഷാം സതതയുക്താന ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിനെ. ഭഗവാനെ പ്രേമപൂർവം സന്തോഷത്തോടുകൂടി ആരാണോ ആരാധിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബുദ്ധിശക്തിയും ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്ന് നൽകും എന്ന് പറയും. അതേപോലെ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയ സമയത്ത് നാരദ മഹർഷിക്കും വേദവിജ്ഞാനമെല്ലാം വെളിവായി വന്നു എന്ന് പറയും. അതാണ് ആദ്യത്തെ ഒരു റിസൾട്ട്. ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. വേദത്തിലെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും വേദം പഠിക്കാതെ തന്നെ. അതൊരു കാര്യം നാരദ മഹർഷിക്ക് സംഭവിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ജ്ഞാനം, ഐശ്വര്യം, ആത്മീയമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായി എന്ന് പറയും. ആത്മീയമായിട്ടുള്ള ശക്തി ഉണ്ടായി, ആത്മീയ ശക്തി വർദ്ധിച്ചു വന്നു, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചു. ആത്മീയ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി താനെ കുറയും, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുശേഷം എന്ത് സംഭവിച്ചു? സ്വസ്മിൻ ഭാവം ച കേശവ. അതിനുശേഷം ഭഗവാനോട് ആ ഭാവം, ഭഗവാനോട് പ്രേമമുണ്ടായി. ഭഗവാന്റെ എന്ത് സേവനമാണ് ഞാൻ ചെയ്തിരുന്നത് എന്ന് നാരദ മഹർഷിക്ക് ബോധ്യമായി. അതാണ് ഭാവം എന്ന് പറയുന്നത്. സ്വരൂപം, തന്റെ സ്വന്തം സ്വരൂപം തിരിച്ചറിയാൻ നാരദ മഹർഷിക്ക് സാധിച്ചു. ഭഗവാനുമായിട്ട് എനിക്ക് എന്താണ് ബന്ധം എന്ന് തിരിച്ചറിയുന്നതാണ് സ്വരൂപാവസ്ഥ. ആ സ്വരൂപാവസ്ഥയും നാരദ മഹർഷിക്കുണ്ടായി. അതിനുശേഷം ഭഗവാനോടുള്ള പ്രേമവും തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും എല്ലാവർക്കും ഭഗവാനോട് പ്രേമമുണ്ട്, അല്ലെ? അത് എല്ലാവരും അന്വേഷിക്കുന്നുമുണ്ട്. എല്ലാവർക്കും യഥാർത്ഥത്തിൽ പ്രേമം, എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് ഒരു വ്യക്തി വിചാരിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് ആരെങ്കിലും സ്നേഹിക്കണം എന്നും ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട്, ഒരു ജീവാത്മാവ് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നും ലഭിക്കുന്ന സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും ഒരു ജീവാത്മാവിന് തൃപ്തിയാകുന്നില്ല. കാരണം എന്താണ്? ഭഗവാനെ സ്നേഹിച്ചാൽ മാത്രമേ, ഭഗവാനിൽ നിന്ന് പ്രേമം സ്വീകരിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ തൃപ്തിയാവുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. പല രീതിയിൽ അവര് അന്വേഷിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. എല്ലാവരും ആനന്ദത്തിനെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷിക്കണം, ആനന്ദമുണ്ടാകണം. അതിനുവേണ്ടി പല കാര്യങ്ങളും പലരും ചെയ്ത് നോക്കുന്നുണ്ട്. ആ ആനന്ദം യഥാർത്ഥത്തിൽ അവർക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? ഭഗവാനിൽ നിന്നാണ്. ഭഗവാനെ മറന്നുപോയത് കൊണ്ടാണ് എല്ലാവരും പല രീതിയിൽ പല വഴിക്കും ആനന്ദം അന്വേഷിക്കുന്നത്. അപ്പൊ ഇവിടെ ആ നാരദ മഹർഷിക്ക് യഥാർത്ഥ മാർഗനിർദ്ദേശം ലഭിച്ചത് കൊണ്ട് ആനന്ദത്തിന്റെ യഥാർത്ഥ സ്രോതസ് ഭഗവാനാണെന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. ഭഗവാനുമായിട്ടുള്ള ബന്ധം തിരിച്ചറിഞ്ഞു. ഭഗവാനെ സേവിക്കുന്നതിലൂടെ ആനന്ദം ലഭിക്കാനും നാരദ മഹർഷിക്ക് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ആനന്ദം, തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അറിവുകൾ, ഇതെല്ലാവർക്കും വിതരണം ചെയ്യണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷി വ്യാസദേവനോട് നിർദ്ദേശിക്കുന്നത്. 40ാമത്തെ ശ്ലോകത്തില് ശ്രുതവിശ്രുതം വിഭോ സമാപ്യതേ യേന വിദാ ബുഭുത്സിതം പ്രഖ്യാഹി ദുഃഖേർ മുഹുരർദിതാത്മനാം സംക്ലേശ നിർവാണമുഷന്തിനാന്യഥ. അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ അങ്ങ് വിശദമായിട്ട് വർണ്ണിക്കണം. അതുകൊണ്ട് എന്താണ് നേട്ടമുള്ളത്? അത് പണ്ഡിതന്മാരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കും,
അല്ലെ? പണ്ഡിതന്മാർക്ക് കൂടുതൽ ജ്ഞാനം നേടണമെന്ന് ആഗ്രഹമുണ്ട്, ഭഗവാനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതെല്ലാം സഫലമാകും. അതേപോലെ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുഃഖമെല്ലാം ഇല്ലാതാകും. ഭൗതിക ലോകത്തിൽ എല്ലാവരും പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവനാണ്. മാനസികമായിട്ടുള്ള തലത്തിലുള്ള ദുഃഖങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള ദുഃഖങ്ങൾ, പ്രകൃതിയിൽ നിന്നുള്ള ദുരിതങ്ങൾ, ഇതൊക്കെ ഒരു ജീവന് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ഭഗവാന്റെ ലീലകൾ ശ്രവിച്ചു കഴിഞ്ഞാൽ ഒരു ജീവാത്മാവിന് ലഭിക്കും. അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങ് ഭഗവാന്റെ ലീലകൾ വിശദമായിട്ട് വർണ്ണിക്കണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ ലീലകൾ വിശദമായി വർണ്ണിക്കണം എന്ന് നാരദ മഹർഷി നിർദ്ദേശിച്ചു. നാരദ മഹർഷിയുടെ ഇങ്ങനെയുള്ള ഈ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ്, നാരദ മഹർഷിയുടെ ഈ നിർദ്ദേശം കേട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വ്യാസദേവൻ ഭാഗവതം രചിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്ത് നാരദ മഹർഷിയിൽ നിന്ന്, നാരദ മഹർഷിയുടെ പൂർവജന്മ ചരിത്രം കേട്ട സമയത്ത് കൂടുതൽ നാരദ മഹർഷിയുടെ ചരിത്രത്തിനെ കുറിച്ച് അറിയാൻ വ്യാസദേവന് താല്പര്യമുണ്ടായി. കാരണം നാരദ മഹർഷിയുടെ ജീവിതവും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാരദ മഹർഷി ഒരു ശുദ്ധഭക്തനാണ്, മഹാഭാഗവതനാണ്. ഒരു ശുദ്ധഭക്തനെ കുറിച്ച് കേൾക്കുന്നതും മഹാഭാഗവതനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ ആത്മീയമായിട്ട് ഉയർച്ച നൽകുന്നതാണ്, അല്ലെങ്കിൽ അത്രയും ആത്മീയമായിട്ടുള്ള മൂല്യമുള്ളതാണ്. അതുകൊണ്ട് നാരദ മഹർഷി അടുത്ത അധ്യായത്തിൽ, വ്യാസദേവൻ അടുത്ത അധ്യായത്തിൽ നാരദ മഹർഷിയുടെ ചരിത്രം പൂർണ്ണമായിട്ട് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഏതുവരെ മാത്രമേ പറഞ്ഞുള്ളൂ? നാരദ മഹർഷി ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേട്ടു, അതിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണമെന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. നാരദ മഹർഷിയുടെ മുഴുവൻ ഹിസ്റ്ററി പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, അല്ലെ? ബാക്കി എന്താണ് സംഭവിച്ചത്? നാരദ മഹർഷിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ബാക്കിയുള്ള സമയം അങ്ങ് എങ്ങനെയാണ് ജീവിച്ചത്? ആ ശരീരം വെടിഞ്ഞതിന് ശേഷം അങ്ങേക്ക് ഇങ്ങനെ ഒരു ശരീരം, ഇങ്ങനെ നാരദ മഹർഷിയുടെ ശരീരം, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്ന, എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യുന്ന, വളരെ സന്തോഷപൂർവ്വം ആനന്ദത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ആത്മീയ ശരീരം എങ്ങനെ ലഭിച്ചു? ഇങ്ങനെയുള്ള നാരദ മഹർഷിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഹിസ്റ്ററി കേൾക്കാൻ വ്യാസദേവന് താല്പര്യമുണ്ടായി. ആ ചോദ്യങ്ങളാണ് അടുത്ത അധ്യായത്തിൽ നാരദ മഹർഷിയോട് വ്യാസദേവൻ ചോദിക്കുന്നത്. അടുത്ത അധ്യായം 6-ാമത്തെ അധ്യായം, നാരദനും വ്യാസദേവനും മധ്യയുള്ള സംഭാഷണം. അതിൽ ആദ്യത്തെ ശ്ലോകം സൂത ഗോസ്വാമി പറയുന്നതാണ്. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മ കർമ്മ ച ഭൂയാ പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസാ സത്യവതീ സുത. ഇത്രയും നാരദ മഹർഷിയിൽ നിന്ന് കേട്ട സമയത്ത് വീണ്ടും നാരദ മഹർഷിയുടെ കർമ്മങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടി സത്യവതീ സുതനായിട്ടുള്ള വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നു. വ്യാസദേവൻ നാരദ മഹർഷിയോട് ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത് എന്ന് അടുത്ത ശ്ലോകം മുതൽ പറയുന്നുണ്ട്. വ്യാസ ഉവാച, 2-ാമത്തെ ശ്ലോകം. വിക്ഷുഭിർവിപ്ര വസിതേ വിജ്ഞാനേ ധിഷ്ഠുഭിസ്തവ വർത്തമാനോ വയസ്യാതി തഥാ കിമകരോത് ഭവാൻ. വ്യാസദേവന്റെ ആദ്യത്തെ ചോദ്യമാണ് ഈ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പൂർവജന്മത്തിൽ താങ്കൾക്ക് ശാസ്ത്രീയമായ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച ശ്രേഷ്ഠരായ ഋഷിമാരുടെ പ്രയാണത്തിന് ശേഷം താങ്കൾ എന്ത് ചെയ്തു? അങ്ങ് പറഞ്ഞു 5 വയസ്സായ സമയത്ത് ആ മഹർഷിമാർ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ഉപദേശിച്ചു തന്നു. ആ സമയത്ത് ഭഗവത് അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം, ഈ ഭഗവത് അനുഭവം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കേട്ടതിന് ശേഷം അങ്ങ് എന്താണ് ചെയ്തത്? ബാക്കിയും ഇനി ഒരുപാട് കാലമുണ്ടല്ലോ, ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. അതിനുശേഷം അങ്ങ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഇനി അടുത്ത ചോദ്യം എന്താണ്?
മൂന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, സ്വയം ഭുവാകയാ വൃത്യാ തേ പരം വയ കഥം ചേതത് ഉദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. അങ്ങക്ക് ആ ഭക്തന്മാരിൽ നിന്നും ദീക്ഷ ലഭിച്ചതിന് ശേഷം അങ്ങ് ജീവിതം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്, അങ്ങയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? പൂർവ്വശരീരം ത്യജിച്ച് കാലക്രമേണ താങ്കൾക്ക് എപ്രകാരമാണ് ഈ ശരീരം പ്രാപ്തമായത്? ഇപ്പോൾ വന്നിട്ടുള്ളത് വ്യാസദേവന്റെ മുന്നിൽ നാരദ മഹർഷി വന്നിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള ശരീരത്തിലാണ്. ഇപ്പോൾ നാരദ മഹർഷിക്ക് ആത്മീയമായിട്ടുള്ള ശരീരമാണുള്ളത്. എന്താണ് അതിന്റെ ഗുണം? എന്താണ് അതിന്റെ പ്രത്യേകത? ആ ആത്മീയ ശരീരം കൊണ്ട് നാരദ മഹർഷിക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും ചുറ്റി സഞ്ചരിക്കാം. അത് ആത്മീയ ശരീരത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെ? അപ്പൊ നമുക്കും യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ശരീരമുണ്ട്. നമ്മളിപ്പോൾ ഭൗതിക ശരീരത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാൻ സാധിക്കാത്തത്. യഥാർത്ഥത്തിൽ ജീവാത്മാവിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല, അല്ലെ? ഭഗവത്ഗീതയിൽ ജീവാത്മാവിന്റെ സ്വഭാവം വർണ്ണിക്കുന്ന സമയത്ത് ആ ഒരു സ്വഭാവത്തിനെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന് പറയുന്നത്. നിത്യ സർവഗതസ്ഥാനം എന്ന് 2ാമത്തെ അധ്യായത്തിൽ പറയും. ജീവാത്മാവ് എന്താണ്? സർവഗതനാണ്. സർവഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ആ ജീവാത്മാവിന് സഞ്ചരിക്കാം, ഏത് ലോകത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാം. ഭൗതിക ലോകത്തിലും സഞ്ചരിക്കാം, ആത്മീയ ലോകത്തിലും സഞ്ചരിക്കാം, ആത്മീയ ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ നാരദ മഹർഷിക്ക് അങ്ങനെ ഒരു ആത്മീയ ശരീരം ലഭിച്ചു. അതെങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷിയോട് വ്യാസദേവൻ ചോദിച്ചു. 4ാമത്തെ ശ്ലോകത്തിലും ചോദ്യം തുടരുന്നുണ്ട്. പ്രാകൽപ വിഷയാമേതാം സ്മൃതിം തേ മുനിസത്തമ ഹ്യേഷാ വിവധാൽ കാല ഏഷാ സർവ നിരാകൃതി. ഇവിടെ ചോദിക്കുന്നത്, അങ്ങേക്ക് ഇത്രയും ഓർമ്മശക്തി ഉണ്ടായത് എങ്ങനെയാണ്? ഇത് അങ്ങയുടെ പൂർവജന്മ ചരിത്രം എപ്പോൾ സംഭവിച്ചതാണ്? പ്രാകൽപ വിഷയാമേതാം. പ്രാകൽപം, പ്രാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപേ എന്നാണ് അർത്ഥം. മുൻ കൽപ്പത്തിലാണ് അങ്ങയുടെ പൂർവജന്മം ഉണ്ടായിട്ടുള്ളത്. ആ പൂർവജന്മത്തിലെ കാര്യമാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഒരു കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്, അല്ല? 1000 ചതുർയുഗങ്ങൾ ചേർന്നാലാണ് ഒരു കൽപ്പമായിട്ട് മാറുന്നത്. സഹസ്രയുഗ പര്യന്തം ബ്രഹ്മണോഹുതു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കൽപ്പത്തിന് മുന്നേ ആകണമെന്നില്ല. മുൻകൽപ്പത്തിലാണ് അങ്ങയുടെ പൂർവജന്മം ഉണ്ടായിട്ടുള്ളത്, ഈ കൽപ്പത്തിലല്ല. അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യമാണ് അന്നിപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ യുഗത്തിലല്ല, അല്ലെ? കഴിഞ്ഞ യുഗത്തിലല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മന്വന്തരത്തിലുമല്ല, കഴിഞ്ഞ കൽപ്പത്തിലാണ്. ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കും ഓർമ്മശക്തി അങ്ങേക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു ശരീരം ലഭിക്കുന്ന സമയത്ത് പൂർവജന്മത്തിലെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവിടെ വ്യാസദേവൻ പറയുന്നത്. ഹേഷാവിധാൽ കാല ഏഷ സർവാനിരാകൃതി. കാലം കൊണ്ട് എല്ലാം നശിപ്പിക്കപ്പെടും. കാലം കൊണ്ട് നമ്മുടെ ഓർമ്മശക്തിയും നശിച്ചു പോകും. അതുകൊണ്ട് ആർക്കും സാധാരണഗതിയിൽ പൂർവ്വജന്മത്തിലെ കഥകളൊന്നും ഓർമ്മയുണ്ടാവുകയില്ല. പൂർവ്വജന്മത്തിൽ എന്താണ് സംഭവിച്ചത് ഇതൊന്നും നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്ന് പോലും നമ്മൾ മറന്നു പോകുന്നത്, അല്ലെ? പിന്നെ എങ്ങനെയാണ് പൂർവ്വജന്മത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത്? അപ്പോൾ ഇത്രയും ഓർമ്മശക്തി അങ്ങേക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യവും നാരദ മഹർഷിയോട് വ്യാസദേവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി നാരദ മഹർഷി 5ാമത്തെ ശ്ലോകം മുതൽ പറയാൻ ആരംഭിച്ചു. തന്റെ പൂർവ്വജന്മത്തിന്റെ തുടർ ചരിത്രം, തുടർന്ന് എന്താണ് സംഭവിച്ചത്, ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അത് നാരദ മഹർഷി കേട്ടു മനസ്സിലാക്കി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന്
അഞ്ചാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയാൻ ആരംഭിക്കുന്നു. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രാവസിതേ വിജ്ഞാനേ ദേഷ്ടുഭിർമമ വർത്തമാനോ വയസ്യാദി തഥാ ഏതൽ അകാരഷം. നാരദ മഹർഷി പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് ഉപദേശം, ഭഗവാനെ കുറിച്ചുള്ള ഉപദേശം കേട്ടതിന് ശേഷം ജീവിച്ചത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം മുതൽ നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട്. ഏകാത്മജാമേ ജനനി യോഷിൻമൂഢാ ച കിങ്കരീം മയ്യാത്മജേ അനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. ആ സമയത്ത് ഞാൻ 5 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് ആകെ ഒരു ബന്ധുവായിട്ടുള്ളത് ആര് മാത്രമാണ്? എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ മാത്രമാണ്. മറ്റ് കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നുമില്ല. എനിക്ക് വേറെ ആരെയും പരിചയമില്ല. ഞാൻ അമ്മയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് എന്നെ മൂടി സ്നേഹബന്ധനത്തിലാക്കി ഞാൻ മറ്റൊന്നും അറിയാതെ ജീവിക്കുകയായിരുന്നു എന്ന് പറയും. മറ്റ് പുറം ലോകത്തിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ ആകെ ആശ്രയിച്ചിട്ടുള്ളത് അമ്മയാണ്. അമ്മ ആശ്രയിക്കുന്നത് എന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയും. സാ സ്വതന്ത്രാനകൽപാസീൻ യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാധാരുമയ്യഥ. എന്നാൽ ആ ഒരു സ്നേഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല എന്നാണ് നാരദ മഹർഷിയുടെ പറയുന്നത്. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് വ്യത്യസ്ത ജീവാത്മാക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നതും സ്നേഹബന്ധത്തിലാകുന്നതും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നതും അവർ വേറിട്ട് പോകുന്നതും എല്ലാം ഭഗവാന്റെ ഇച്ഛയാലാണ്. ഭഗവാൻ എത്ര കാലമാണോ ആഗ്രഹിക്കുന്നത് അത്ര കാലം മാത്രമേ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ആ കാലം കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ പോലും ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? സൂത്രേ മണികണായിവ. എല്ലാ ജീവാത്മാക്കളെയും ഒരു നൂലിൽ ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഒരുമിച്ച് നിർത്തുന്നത് ഞാനാണ്, എന്റെ ശക്തിയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെയും ആ ഒരു തത്വം നാരദ മഹർഷി പറയുകയാണ്. എത്ര കാലമാണോ ഭഗവാൻ ഇച്ഛിക്കുന്നത് അത്ര കാലം മാത്രമേ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. ഈശസ്യ ഹി വശേ ലോകോ യോഷ ദാരുമയ്യഥ. എല്ലാവരും ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. ഏതുപോലെ? ലോകോ യോഷ ദാരുമയ്യഥ. ഭഗവാന് എല്ലാ ജീവാത്മാക്കളും എത്ര മാത്രമേ ഉള്ളൂ? ഒരു കളിപ്പാട്ടം പോലെയുള്ളൂ. ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാതെ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നാരദ മഹർഷി അങ്ങനെ പറയാൻ കാരണം? എന്താണ് സംഭവിച്ചത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അഹം ചാതബ്രഹ്മകുലേ ഊഷിവാം തദുപേക്ഷയാ ദിഗ്ദേശകാലാവിപ്പന്നോ ബാലക പഞ്ചഹായന. എനിക്ക് ആ സമയത്ത് 5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു പാഠശാലയിൽ, ബ്രാഹ്മണന്റെ പാഠശാലയിൽ പഠിക്കുകയായിരുന്നു. എനിക്ക് മറ്റൊന്നും അറിയുമായിരുന്നില്ല. എനിക്ക് പുറം ലോകത്തിനെ കുറിച്ചോ മറ്റു ദേശങ്ങളെ കുറിച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ അറിയുന്നത് എൻ്റെ അമ്മയെ മാത്രമാണ്. ഞാൻ അമ്മയെ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് എന്ന് പറയും. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏകഥാ നിർഗതാം ഗോഹാത് ദുഹന്തിം നിശികാം പ്രതിം സർപ്പോദശത്പദാ സ്പൃഷ്ട കൃപണാം കാലചോദിത. അമ്മ, നാരദ മഹർഷിയുടെ അമ്മ ഒരു പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു. ആ പശുവിനെ കറക്കാൻ വേണ്ടി, പാൽ കറക്കാൻ വേണ്ടി പുലർച്ചെ ഇരുട്ടുള്ള സമയത്ത് പുറത്തിറങ്ങിപ്പോയ സമയത്ത് ആ അമ്മയ്ക്ക് സർപ്പദംശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. സർപ്പദംശനമേ, അമ്മയെ പാമ്പ് കടിച്ചു എന്ന് പറയും. പാമ്പ് കടിച്ച്
നാരദ മഹർഷിയുടെ അമ്മ മരിച്ചുപോയി എന്ന് പറയും. നാരദ മഹർഷി എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ എടുത്തത്, എങ്ങനെയാണ് അമ്മയുടെ വിയോഗത്തെ നാരദ മഹർഷി സ്വീകരിച്ചത്, എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. തഥാ തദഹമീശസ്യ ഭക്താനാം ശമഭിദിശത അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശം ഉത്തരാം. നാരദ മഹർഷിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്നിരുന്നാലും ഭക്തന്മാരിൽ നിന്നും വേദജ്ഞന്മാരിൽ നിന്നും വേദതത്വങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു, ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ നാരദ മഹർഷിക്ക് സാധിച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും ഭഗവാന്റെ അറിവോടുകൂടിയാണ് എന്നുള്ള ഒരു ജ്ഞാനം നാരദ മഹർഷിക്ക് ഉണ്ടായി. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ, ഭഗവാന്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു സംഭവവും അമ്മയുടെ വിയോഗവും ഭഗവാന്റെ ഒരു അറിവോടുകൂടിയാണ്, ഇതും ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റാണ്, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് നാരദ മഹർഷി മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ അറിയുന്നതിന് വേണ്ടി നാരദ മഹർഷി വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇതുവരെ ഞാൻ അമ്മയുടെ ഒരു സ്നേഹബന്ധനത്തിലായിരുന്നു. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ച് ജീവിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണെന്നും ഭഗവാന്റെ സേവകനാണെന്നും എല്ലാം ആ ഭക്തന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് കൂടുതൽ അറിയുന്നതിന് വേണ്ടി, അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നാരദ മഹർഷി വടക്ക് ദിക്കിലേക്ക്, ഇനി ആരോടും കെട്ടുപാടുകളൊന്നുമില്ല, ആകെ ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു. അമ്മ മരിച്ചുപോയി, അതും ഭഗവാന്റെ ഒരു അറിവിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ഞാൻ വടക്ക് ദിക്കിലേക്ക് സഞ്ചരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. വടക്ക് ദിക്കിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നു. അപ്പൊ നാരദ മഹർഷിക്ക് ആ സഞ്ചാരത്തിൽ, ആ യാത്രയിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. എന്തെല്ലാം കാഴ്ചകളാണ് നാരദ മഹർഷി കണ്ടത്, പോകുന്ന വഴിയിൽ ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണ് നാരദ മഹർഷി സഞ്ചരിച്ചത്, ഇതെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സ്പിതാൻ ജനപദാം തത്ര പുരഗ്രാമവൃചാകരാൻ കേടകർവടവാടീശ്ച വനാന്യൂപവനാനിച്ച. നാരദ മഹർഷി പോകുന്ന വഴിയിൽ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളെ കടന്നുപോയി. ചില സ്ഥലത്ത് വലിയ വലിയ നഗരങ്ങളുണ്ടായിരുന്നു, കെട്ടിടങ്ങളും വ്യവസായശാലകളും ഒക്കെയുള്ള നഗരങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഗ്രാമങ്ങളായിരുന്നു, കൃഷിസ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ, ഗ്രാമീണർ, കന്നുകാലികൾ, അതേപോലെ താഴ്വാരങ്ങൾ, പൂന്തോട്ടങ്ങൾ. ചില സ്ഥലത്ത് വനങ്ങളുണ്ടായിരുന്നു, കാട്ടുപ്രദേശങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലത്ത് വലിയ വലിയ നിബിഡമായിട്ടുള്ള വനമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ നാരദ മഹർഷി സഞ്ചരിച്ചു. അപ്പം ഈ ഒരു കാര്യം സംഭവിക്കുന്നത് എപ്പോഴാണ്? പൂർവ്വകൽപ്പത്തിലാണ് സംഭവിക്കുന്നത്. ഈ കൽപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് മുന്നേ സംഭവിക്കുന്നതാണ്. ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് മുന്നേയും ഭൂമിയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നിരുന്നത്. ഭൂമിയിൽ എല്ലാ യുഗങ്ങളിലും മനുഷ്യ ജീവിതം ആവർത്തനം തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ചരിത്രം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചില സംസ്കാരങ്ങൾ ഇല്ലാതാകും, ചില സംസ്കാരങ്ങൾ പുതുതായിട്ട് ഉണ്ടായി വരും. ചില രാജ്യങ്ങൾ ഇല്ലാതാവും, പുതിയ രാജ്യങ്ങൾ ഉണ്ടായിട്ട് വരും. ചില നഗരങ്ങൾ ഇല്ലാതാവും, ചില നഗരങ്ങൾ ഉണ്ടായി വരും. എന്നാലും ഈ നഗരങ്ങളും ഗ്രാമങ്ങളും രാജ്യങ്ങളും പട്ടണങ്ങളും വനങ്ങളും കൃഷിസ്ഥലങ്ങളും കന്നുകാലികളും ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അല്ലെ, ഇത് എല്ലാ സൃഷ്ടിയിലും ഉള്ളതാണ്. ഇത് പുതുതായിട്ട് ഉണ്ടായി വന്നതല്ല എന്ന് പറയും. നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ ഉണ്ടായതാണ് എന്നാണ്. അല്ലെ, ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനെ പറയുന്നത് കൂപമണ്ഡു
കൂപമണ്ഡൂകൻ ന്യായം എന്നാണ്. കൂപമണ്ഡൂകം എന്താണ്? കൂപമണ്ഡൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിലെ തവള. കിണറിലെ തവള എന്താണ് പറയുന്നത്? ഞാൻ ജീവിക്കുന്ന ഈ കിണർ മാത്രമാണ് ലോകം, അതിന്റെ അപ്പുറത്തേക്ക് ലോകമൊന്നുമില്ല. ഇവിടെയുള്ള ജീവികളാണ് ജീവികൾ, ഞാനാണ് ഇവിടെ തവളയായിട്ടുള്ളത്, വേറെ തവളകളൊന്നുമില്ല. ഈ കിണറ്റിലുള്ള മത്സ്യങ്ങളാണ് ലോകത്തിലുള്ള ജീവികൾ. എത്രേ ജീവികളൊക്കെ ഉള്ളൂ. പുറത്ത് വേറെ എവിടെയും ജീവികളൊന്നുമില്ല, പുറത്ത് വേറെ കിണറുമില്ല, അല്ലെങ്കിൽ പുറത്ത് വേറെ ജലാശയവുമില്ല, പുറത്ത് വേറെ ലോകമൊന്നുമില്ല. ഇത് തന്നെയാണ് ലോകം എന്ന് വിചാരിക്കുന്ന കൂപമണ്ഡൂകം. അപ്പൊ അതുപോലെയാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്, ഇവിടെ മാത്രമേ ജീവനുള്ളൂ, ഇവിടെ മാത്രം, ഇപ്പോൾ മാത്രമാണ് സംസ്കാരം ഉണ്ടായത്, ഇപ്പോഴാണ് മനുഷ്യനുണ്ടായത്, എല്ലാം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്, ഇതിന്റെ മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വേറെ ലോകത്തിലൊന്നും ജീവനില്ല, ഇവിടെ മാത്രം, എല്ലാം ഇവിടെ മാത്രമാണ്, എല്ലാം ഞാനുമായി ബന്ധപ്പെട്ടതാണ്, ഞാനും എന്റെ ചുറ്റുപാടും, അത്രമാത്രമേ. അല്ലെ, അത് യഥാർത്ഥത്തിൽ കൂപമണ്ഡൂക ന്യായമാണ്. ഞാനും എന്റെ ചുറ്റുപാടും, ഇപ്പോൾ മാത്രമാണ് എല്ലാം ഉണ്ടായത്, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എല്ലാം ഉണ്ടായത്, അതിന്റെ മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇവിടെ നാരദ മഹർഷി പൂർവകൽപ്പത്തിൽ സഞ്ചരിച്ചപ്പോഴും, ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോഴും കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന അതേപോലെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അല്ലെ, നഗരങ്ങളും ഗ്രാമങ്ങളും വനങ്ങളും കൃഷിസ്ഥലങ്ങളും കന്നുകാലികളെയും പൂന്തോട്ടങ്ങളും ഒക്കെ തന്നെയാണ് നാരദ മഹർഷി അന്നും കണ്ടത്. ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്, ഭൗതിക ലോകം അങ്ങനെ തന്നെയാണ്, ഭൂത്വാ ഭൂത പ്രളീയതേ, ഇത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കും, ഇവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ലോകം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. നാരദ മഹർഷി സഞ്ചരിച്ചപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ആ കാഴ്ചകളെ കുറിച്ച് തുടർന്ന് വിവരിക്കുന്നുണ്ട്. ചിത്രധാധു വിചിത്രാദ്രീൻ ഇഭഭഗ്ന ഭുജദ്രുമാൻ ജലാശയാ ശിവജ്ജലാൻ നളിനീ സുരസേവിത ചിത്രസ്വനൈ പത്രരഥൈ വിഭ്രമരാശ്രിയ. വേറെന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ വിവിധ ധാതുക്കളാൽ സമ്പൂർണങ്ങളായ ഖനികളുള്ള മലകളിലൂടെയും പർവ്വതങ്ങളിലൂടെയും സ്വർഗവാസികൾക്ക് യോഗ്യമായ വിധം ഹൃദയഹാരിയായ ആലാപനം ചെയ്യുന്ന പക്ഷികളാലും വിപുലമായ തേനീച്ചകളാലും അലങ്കൃതമായ മനോഹരമായ താമരപ്പൂക്കളാൽ സമൃദ്ധമായ ജലാശയ സമ്പൂർണമായ ഭാഗങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഖനികൾ, വ്യത്യസ്തമായിട്ടുള്ള ഖനികൾ, ലോഹഖനികൾ, സ്വർണഖനികൾ, ഇതൊക്കെ ആ സമയത്തും നാരദ മഹർഷി കണ്ടു എന്നാണ് പറയുന്നത്. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പക്ഷികൾ, വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ, ഷഡ്പദങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജീവികളെയും ഒക്കെ നാരദ മഹർഷി കണ്ടു എന്ന് പറയും. നളവേണൂശരസ്തൻപ കുശാകീജഗപുരം ഏക ഏവാദിയാദോഹം അദ്രാക്ഷം വിപിനം മഹൽ ഘോരം പ്രതിഭയാകാരം വ്യാളോലൂകാശിപാചിരം. വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മുളങ്കൂട്ടങ്ങൾ, ഈറകൾ, ഘോരപ്പുല്ല്, കുശപ്പുല്ല്, കൂർത്തപുല്ല്, കാട്ടുചെടികൾ, പാഴ്ചെടികൾ, ഗുഹകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നാരദ മഹർഷി കണ്ടു. വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങൾ, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങൾ, കുന്നിൻ ചെരുവുകൾ, ഗുഹകൾ, പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, വനങ്ങൾ, ഉപവനങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടു. വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെയും കണ്ടു എന്ന് പറയുന്നു. സർപ്പങ്ങൾ, മൂങ്ങകൾ, കുറുക്കന്മാർ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെയും കണ്ടു. ഇതും അന്നത്തെ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തുമുണ്ട്. എല്ലാ യുഗങ്ങളിലും സൃഷ്ടി ഒരേപോലെ തന്നെയാണ്. ഓരോ യുഗങ്ങളും മാറുന്നതിനനുസരിച്ച് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. മനുഷ്യരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവും എന്നതല്ലാതെ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അന്നും നാരദ മഹർഷി കണ്ടിരുന്നു എന്ന് പറയും.
അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നാരദ മഹർഷി സഞ്ചാരം തുടർന്നു, വടക്കു ദിക്കിലേക്ക് സഞ്ചാരം തുടർന്നു. ആ സമയത്ത് നാരദ മഹർഷി എങ്ങനെയാണ് ശരീരം നിലനിർത്തിയത്, എവിടുന്നാണ് ഭക്ഷണം കിട്ടിയത്, എങ്ങനെയാണ് ശരീരം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം.